എളുപ്പത്തിലൊരു സാൽമൺ ഫിഷ് ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം. ഇതിനായിട്ട് ഞാൻ കുറച്ച് സാൽമൺ ഫിഷ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് നാരങ്ങ നീര് എന്നിവ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാറ്റി വെക്കാം. ഇനി ഈ ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫിഷിന് ഓൾറെഡി ഓയിലിയാണ്, അപ്പം പിന്നീട് ഈ എണ്ണ നമുക്ക് അധികം വരുന്നത് മാറ്റിയെടുക്കാവുന്നതാണ്. എനിക്ക് ഈ ഫിഷ് ഈ രീതിയിലാണ് കട്ട് ചെയ്ത് കിട്ടിയത്. സ്കിന്നുണ്ട്. ഇത് വെന്ത് കഴിയുമ്പോൾ സ്കിന്ന് ഇളകി പോകുന്നതായിരിക്കാം. സ്ക്വയർ ഷേപ്പിൽ സ്കിന്ന് മാറ്റി കിട്ടാറുണ്ട്. അപ്പോൾ ഏത് രീതിയിൽ നമുക്ക് ബിരിയാണി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാ അടുത്ത സെറ്റ് ഞാൻ ഫിഷ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വെക്കാം. ഇതിപ്പോൾ റൈസിന് വേണ്ട വെള്ളം തിളച്ചു, സ്പൈസസ് ഒക്കെ ഇട്ടതായിരുന്നു. റൈസ് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഊറ്റി മാറ്റി വെക്കാം. ഇത് ആ മീൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ കുറച്ച് സവോള, കിസ്മിസ്, കാഷ്യൂ നട്ട്, കറിവേപ്പില നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചു. അതേ എണ്ണയിൽ തന്നെ സവോള വഴറ്റുക, അതിലേക്ക് പച്ചമുളക്, കറിവേപ്പില. അത് വഴന്ന് വന്നു കഴിയുമ്പം എണ്ണ അത്യാവശ്യം തെളിഞ്ഞിട്ടുണ്ട്. അത് മാറ്റിയിട്ട് തക്കാളിക്ക് ഇട്ട് വഴന്ന് വന്നു കഴിയുമ്പം ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, പുതിനയില അത് നന്നായിട്ട് വഴന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേന് നമുക്ക് ബിരിയാണി മസാല ചേർക്കാം. ഞാനിവിടെ നെല്ലറ ബിരിയാണി മസാലയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് ആവശ്യത്തിന് ചേർത്തു. ആവശ്യത്തിന് തൈരും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ദമ്മിടാനുള്ള പരിപാടി ചെയ്യാം. അതിനായിട്ട് നമ്മൾ റൈസ് വെച്ച് അതേ നോൺ സ്റ്റിക്ക് പാനിൽ കുറച്ച് നെയ്യൊക്കെ തൂവി ആദ്യം റൈസ് ഇട്ടു. മല്ലിയില, പുതിനയില, വറുത്ത് വെച്ച സവോള, അതിലേക്ക് ഫിഷ് നിരത്തി വെക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ മസാല പെരിയെ തൂവി കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും റൈസ് ഇടുക. ഇത് തന്നെയാണ് പ്രോസസ്സിങ്. റിപ്പീറ്റ് ചെയ്താൽ മതി. അധികം പ്രസ് ചെയ്യാതെ കാറ്റ് കയറുന്ന രീതിയിൽ ചെയ്യുക. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അടുത്ത സെറ്റ് ഫിഷും നമ്മൾ അടുക്കി വെച്ച് കഴിയുകയാണ്. അപ്പോൾ ഇത് സാൽമൺ ഫിഷ് വെച്ച് ബിരിയാണി ചെയ്യാത്തവർ ഒന്ന് ചെയ്യണം. വളരെ ടേസ്റ്റിയാണ്. നമ്മൾ എണ്ണ എടുത്ത് മാറ്റിയത് കൊണ്ട് ആവശ്യത്തിൽ അധികമായിട്ട് എണ്ണയൊന്നുമില്ല, പാകത്തിനാണ്. അവസാനം ഞാൻ കുറച്ച് എണ്ണ തൂവുന്നുണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടി. അപ്പോൾ ദം ഇട്ട് കഴിഞ്ഞു. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടാറ്റ ബൈ ബൈ.